എല്ലാവർക്കും നമസ്കാരം. അക്കൗണ്ട്സ് എന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നട്ടെല്ലാണ്. ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് കൃത്യവും സത്യസന്ധവുമായ അക്കൗണ്ട്സ് എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കൃത്യമായ അക്കൗണ്ട്സ് സൂക്ഷിക്കാത്തത് കാരണം പൂട്ടിപ്പോയ ധാരാളം ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട്സ് സൂക്ഷിക്കുമ്പോൾ അതല്ലെങ്കിൽ കണക്ക് എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്തരത്തിൽ കൃത്യമായ കണക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ സംഭവിക്കാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കാലാകാലങ്ങളിൽ സർക്കാർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, GSTയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇൻകം ടാക്സിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അക്കൗണ്ടിംഗ് പ്രൊസീജിയറിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അഥവാ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺസൾട്ടൻസ്, അതായത് അവരുടെ ടാക്സ് പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് എന്നിവരുമായിട്ട് നിരന്തരമായ ബന്ധം സ്ഥാപിച്ച് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ റീസെൻ്റായിട്ട് GSTയിലും ഇൻകം ടാക്സിലും ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് വേണം ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ട്, ആ മാറ്റങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് വളരെ വിശദമായി തന്നെ ഇവിടെ പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാഷ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് റെസിപ്റ്റ്, അതേപോലെ തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടാണ്. ക്യാഷ് പേയ്മെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ എക്സ്പെൻഡിച്ചർ 10,000 രൂപയ്ക്ക് കൂടുതൽ ചിലവാക്കുന്ന ഒരു പ്രത്യേക ചിലവ് ക്യാഷായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ചിലവ് 10,000 രൂപയിൽ കൂടുതലുള്ളൊരു ക്യാഷ് വൗച്ചറായിട്ട് എഴുതാൻ പാടില്ല. 10,000 രൂപയ്ക്ക് മുകളിൽ ചിലവാക്കുന്നതെല്ലാം ബാങ്ക് ട്രാൻസ്ഫർ ആയോ അതല്ലെങ്കിൽ ക്രോസറി ചെക്കായോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒന്നത്. പിന്നെ രണ്ടാമത്തെ സംഗതി, ഒരു വർഷത്തിൽ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്രെഡിറ്റേഴ്സിനോ അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്സ്പെൻഡിച്ചറോ ചിലവ് ചെയ്യുന്നത് 2 ലക്ഷത്തിൽ കൂടുതൽ, ഒരു പ്രത്യേക സാമ്പത്തിക വർഷം 2 ലക്ഷത്തിൽ കൂടുതൽ ഒരു പ്രത്യേക എക്സ്പെൻഡിച്ചറിന് പണമായിട്ട് ചിലവാക്കാൻ പാടില്ല. അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, ബാങ്ക് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കിൽ മിക്കവാറും പല കച്ചവടക്കാരും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ സ്ഥാപനത്തിൻ്റെ ഇൻഫ്ലോ ആയിട്ട് യാതൊരു തരത്തിൽ ബന്ധമില്ലാത്തതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ആയിരിക്കും. കഴിഞ്ഞ ദിവസത്തെ ഒരു ക്യാഷ് ബാലൻസും കൂടി ചേർത്തിട്ട് മാക്സിമം ഒരു 1.5 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ക്യാഷ് ബാലൻസ് ഉള്ള ഒരു സ്ഥാപനം ഒരു പക്ഷേ 10 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങളുടെ ക്യാഷ് ഇൻഫ്ലോ, നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇൻഫ്ലോ എത്രയാണെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിലിടുന്ന ക്യാഷിന് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷുമായിട്ട് തീർച്ചയായിട്ടും നല്ലൊരു ബന്ധം സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നിങ്ങളുടെ ചെലവുകളുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരത്തിൽ പല ചെലവുകൾ, അതായത് ഉദാഹരണമായിട്ട് വാടക, അതേപോലെ തന്നെ കോൺട്രാക്ടേഴ്സിനുള്ള പേയ്മെൻറ്റ്, പ്രൊഫഷണൽസിനുള്ള പേയ്മെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ചിലവുകളെല്ലാം ചെയ്യുമ്പോൾ ഇതിനെല്ലാം TDSന് ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തരം ചിലവുകൾ ചെയ്യുമ്പോൾ ഉദാഹരണമായിട്ട് വാടകയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു വർഷം 2,40,000 രൂപയിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് നിങ്ങൾ വാടക കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൻ 194I പ്രകാരം 10% TDS പിടിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. മറ്റെല്ലാ എക്സ്പെൻഡിച്ചറും, ആ എല്ലാ എക്സ്പെൻഡിച്ചറിൻ്റെ സ്ലാബ് ഞാനിവിടെ പറയുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട എല്ലാ എക്സ്പെൻഡിച്ചറുകളും, പ്രൊഫഷണൽസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ എക്സ്പെൻഡിച്ചറുകളും നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെല്ലാം കൃത്യമായിട്ട് TDS പിടിച്ചടക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ TDS പിടിച്ചടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്പെൻഡിച്ചറുകളൊന്നും ഇൻകം ടാക്സ് അലോ ചെയ്യില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ 2,40,000 റെൻറ്റിൻ്റെ കേസിൽ പറഞ്ഞു, 2,40,000 രൂപയിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് നിങ്ങൾ വാടകയായിട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കുക, അതിന് നിങ്ങൾ TDS പിടിച്ചില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 2,40,000 രൂപ ഒന്നുകിൽ നിങ്ങൾ എന്ത് വേണം, ഇതിൻ്റെ 30% നിങ്ങളുടെ പ്രോഫിറ്റിൽ ആഡ് ബാക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് സ്വമേധയെ അടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ TDSൻ്റെ പ്രൊവിഷൻ കംപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മിക്കവാറും നിങ്ങൾക്ക് പെനാൽറ്റി വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിത് സ്വമേധയാ ചെയ്തില്ലെങ്കിൽ ഈ 2,40,000 രൂപയും നിങ്ങളുടെ ലാഭത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് അതിനുള്ള ഇൻകം ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് മറ്റ് എക്സ്പെൻഡിച്ചറും. ഈ 2,40,000 എന്നുള്ളത് റെൻറ്റിൻ്റെ കാര്യം മാത്രമാണ്. ഇത് അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും പ്രൊഫഷണൽ പേയ്മെൻറ്റ് ആണെങ്കിലും മറ്റ് പലതരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ആണെങ്കിലും ഇതിൻ്റെ ലിമിറ്റ് വേറെയാണ്, TDS വേറെ
ഏരിയയാണ്. അത് കൃത്യമായിട്ട് നിങ്ങളുടെ കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിച്ച് നിങ്ങൾ ഇത്തരത്തിലുള്ള TDS പ്രൊവിഷൻ കംപ്ലൈ ചെയ്യുന്നതിന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു സാമ്പത്തിക വർഷം, അതായത് 24-25 സാമ്പത്തിക വർഷത്തിന് ശേഷം 25 ഏപ്രിൽ മുതൽ പാർട്ട്നേഴ്സ്, അതായത് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ട്നേഴ്സ് എടുക്കുന്ന എല്ലാ തരത്തിലുള്ള ഡ്രോയിങ്സിനും സെക്ഷൻ 194T എന്ന പുതിയൊരു സെക്ഷൻ അനുസരിച്ച് തീർച്ചയായിട്ടും TDS പിടിക്കേണ്ടതാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ അടുത്ത സാമ്പത്തിക വർഷം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പേയ്മെൻറ്റുകളെല്ലാം നിങ്ങളുടെ ഇൻകമായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത സാമ്പത്തിക വർഷം മുതൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ 3 മാസം ബാക്കിയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെൻറ്റുകൾക്ക് നിങ്ങൾ TDS പിടിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പേയ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ് എന്നൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം അതിൽ TDS പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് TDS പിടിച്ച് നിങ്ങൾ ഈ പ്രൊവിഷൻ കംപ്ലൈ ചെയ്യേണ്ടതാണ്. പിന്നെ പല ബിസിനസ്സിലും കാണുന്ന ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്നുള്ളത് ക്രെഡിറ്റേഴ്സും ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റുകളാണ്. പല ആളുകളും ഈ ക്രെഡിറ്റേഴ്സും ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പേയ്മെൻറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മോണിറ്ററി ലിമിറ്റ്, അതായത് 10,000 രൂപയുടെ ലിമിറ്റോ 2 ലക്ഷത്തിൻ്റെ ലിമിറ്റോ ഒന്നും നോക്കാണ്ട് ധാരാളം പേയ്മെൻറ്റ് ക്യാഷായിട്ട് കൊടുക്കാറുണ്ട്. ക്യാഷിന് പുറമെ തന്നെ ധാരാളം പേയ്മെൻറ്റ് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 ലക്ഷം രൂപയുടെ പർച്ചേസ് ആയിരിക്കും ഒരു പെർട്ടിക്കുലർ സപ്ലയറിൽ നിന്നുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് ഒരു 10 ലക്ഷമോ 15 ലക്ഷമോ ഒക്കെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും. അഡ്വാൻസ് അല്ല സത്യത്തിൽ, കാരണം വെച്ചാൽ അത് പല ആളുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ബില്ല് വാങ്ങിച്ചിട്ടുണ്ടാവില്ല. കാരണം പേയ്മെൻറ്റ് ധാരാളം ചെയ്യുന്നു, എഗൻസ്റ്റ് ആയിട്ട് ബില്ല് വാങ്ങിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് സെയിൽസിൻ്റെ കേസും വരുന്നത്. സെയിൽസിൻ്റെ കേസിൽ ഒരു ഡെപ്റ്റേഴ്സിൻ്റെ നിന്ന് വലിയൊരു എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെയിൽസ് ബില്ല് ഉണ്ടാവില്ല. അപ്പോൾ ഈ 2 ട്രാൻസാക്ഷനും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ട് കൃത്യമായിട്ട് പർച്ചേസ് ബില്ല് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സിന് കിട്ടുന്ന പേയ്മെൻറ്റ് എഗൻസ്റ്റ് ആയിട്ട് സെയിൽസ് ബില്ല് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെ ഒരു റീസണബിൾ ആണെങ്കിൽ, അതായത് ചിലപ്പോൾ 1-2 ബില്ലുകൾ നിങ്ങൾ അഡ്വാൻസ് കൊടുത്തിരിക്കാം, അതല്ലെങ്കിൽ പർച്ചേസിനെ സംബന്ധിച്ചിടത്തോളം 1-2 പർച്ചേസിന് അഡ്വാൻസ് കൊടുത്തിരിക്കും. അതിലപ്പുറത്തേക്കാണെങ്കിൽ ഒരു പക്ഷേ ആ അക്കൗണ്ടിങ്ങിൽ എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പേയ്മെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ടോ നിങ്ങൾ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ടോ കൃത്യമായിട്ട് ബില്ലുകൾ വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക വർഷം എല്ലാ മാസവും നിങ്ങൾ GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സും ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേയ്മെൻറ്റുകളിൽ വളരെയധികം കർശനമായിട്ടുള്ള 2 സെക്ഷൻസ് GSTയിലും ഇൻകം ടാക്സിലും വന്നിട്ടുണ്ട്. ആ പ്രൊവിഷൻ കംപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാവുന്ന നഷ്ടം വളരെ വലുതാണ്. ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്ത ആളുകളത് കാണുക. കാരണം സെക്ഷൻ 43BH എന്ന പുതിയൊരു സെക്ഷൻ പ്രകാരം നിങ്ങളൊരു സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അതൊരു വിത്തൗട്ട് എഗ്രിമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ 15 ദിവസത്തിനകം, അതായത് ഒരു MSME യൂണിറ്റ് ആണെങ്കിൽ നിങ്ങൾ 15 ദിവസത്തിനകം പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. വിത്ത് എഗ്രിമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ 45 ദിവസത്തിനകം പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. അത്തരത്തിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ പേയ്മെൻറ്റിനെ നിങ്ങളുടെ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കില്ല. അതായത് നിങ്ങൾക്ക് പർച്ചേസിന് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കാതിരിക്കുകയും ആ പർച്ചേസിന് നിങ്ങളുടെ ഇൻകമായിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ കൂടെ അത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ അതിന് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇത് വളരെ കർശനമായിട്ട് നോക്കുന്ന ഒരു സെക്ഷനാണ്. അതുകൊണ്ട് എല്ലാ വ്യാപാരികളും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൊവിഷൻ നിങ്ങൾ പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ, MSME യൂണിറ്റുകൾക്കുള്ള പേയ്മെൻറ്റ് കൃത്യമാണോ എന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതിൽ തന്നെ മറ്റൊരു കാര്യം, ഈ സെക്ഷന് അപ്പുറത്തേക്ക് സെക്ഷൻ 16 അതായത് GSTയുടെ സെക്ഷൻ 16 പറയുന്നത് നിങ്ങളൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ 180 ഡേയ്സിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കണം. 180 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ പർച്ചേസുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതായത് ആ ഇൻപുട്ട് ടാക്സ് ഡിസലവ് ചെയ്യും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്ലയർക്കുള്ള പേയ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് ഇൻകമായിട്ട് ആഡ് ചെയ്യുന്നുള്ളത് വളരെ വലിയൊരു നഷ്ടമാണ്. GSTയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇൻപുട്ട് ടാക്സ് കിട്ടില്ല എന്നുള്ളതും മറ്റൊരു നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഡെപ്റ്റേഴ്സിൻ്റെ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റുകളിൽ ഈ പറഞ്ഞ സെക്ഷന് കൂടി നിങ്ങൾ കംപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ കർശനമായൊരു നിർദ്ദേശം കൊടുത്തിട്ട് ഇത് മോണിറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പല ബിസിനസ്സുകാരും ചെയ്യുന്ന ഒരു അബദ്ധം, അതായത് നിങ്ങളുടെ ബിസിനസ് ഒരു പ്രൊപ്രൈറ്ററി ഫേം ആണെങ്കിലോ പാർട്ട്ണർഷിപ്പ് ആണെങ്കിലോ LLP ആണെങ്കിലോ കമ്പനി ആണെങ്കിലോ ഏതാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് പ്രൊപ്രൈറ്ററി കേസിൽ കുറേ എക്സംഷൻസ് ഉണ്ട്. അതായത് പലതരത്തിലുള്ള പേഴ്സണൽ വിഡ്രോവൽ, പലതരത്തിലുള്ള പേഴ്സണൽ എക്സ്പെൻഡിച്ചർ എല്ലാം ബിസിനസ്സിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അതൊരു പ്രൊപ്രൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ ആക്സെപ്റ്റ് ചെയ്യും. അതല്ലാത്ത കേസിൽ പാർട്ട്ണർഷിപ്പിലും LLPയിലും കമ്പനിയിലും, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പോലും അത് പലതും ഡ്രോയിങ്സ് ആയിട്ട് നമുക്ക് പരിഗണിക്കാമെന്ന് വിചാരിക്കാം. LLPയിലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള പേഴ്സണൽ എക്സ്പെൻഡിച്ചർ
എക്സ്പെൻഡിച്ചറും നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് എടുക്കാൻ പാടില്ല. അതായത് പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്ടർ എന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇൻഡിവിജ്വലായിട്ട്, കമ്പനി വേറൊരു ഇൻഡിവിജ്വലും ഡയറക്ടർ വേറൊരു ഇൻഡിവിജ്വലായിട്ട് കണക്കാക്കുക. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ വിഡ്രോവലും നിങ്ങളൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ നിന്ന് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത യാതൊരു തരത്തിലുള്ള എക്സ്പെൻഡിച്ചറും ബിസിനസ്സിൽ നിന്നും ചെയ്യാൻ പാടില്ല. അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ ഒരു വിഡ്രോവൽ, അതായത് ഒരു പ്രൊപ്രൈറ്ററി ഫേം ആണെങ്കിലോ LLP ആണെങ്കിലോ പാർട്ട്ണർഷിപ്പ് ആണെങ്കിലോ നിങ്ങളുടെ ഒരു പേഴ്സണൽ വിഡ്രോവൽ കാണിച്ച് ആ വിഡ്രോവലിൽ നിന്നാണ് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യേണ്ടത്. കമ്പനിയായി ബന്ധപ്പെട്ട് അക്കൗണ്ട്സിൽ യാതൊരു തരത്തിലുള്ള പേഴ്സണൽ എക്സ്പെൻഡിച്ചറും പാടില്ല. അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ റീപേയ്മെൻറ്റ് മാത്രമാണ് നിങ്ങളുടെ ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഡിവിഡൻറ്റ് മാത്രമേ കമ്പനിയിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. പല ആളുകളും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യുകയും അതൊരു പ്രൊപ്രൈറ്ററി ഫേമിൻ്റെ പോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് തീർത്തും തെറ്റാണ്. കാരണം വെച്ചാൽ കമ്പനീസ് ആക്ട് അനുസരിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് സ്വന്തം ആവശ്യങ്ങൾക്ക് പൈസ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റ് തരത്തിലുള്ള എൻറ്റിറ്റികളാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻഡിച്ചറുകൾ പരമാവധി കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് നടത്താതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പല ബിസിനസ്സുകാരും ചെയ്യുന്ന മറ്റൊരു അബദ്ധം, ഒരു ഓഡി അക്കൗണ്ട്, ബിസിനസ്സിൻ്റെ പേരിൽ ഒരു ഓഡി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ആ ഓഡി അക്കൗണ്ടിലേക്ക് റെമിറ്റൻസ് വളരെ കുറവായിരിക്കും. ആ ഓഡി അക്കൗണ്ടിലേക്ക് റെമിറ്റ് ചെയ്യുന്നതിന് പകരം പേഴ്സണൽ അക്കൗണ്ട് വഴിയോ മറ്റു തരത്തിലോ പൈസ ധാരാളം വിഡ്രോ ചെയ്യുകയും ചിലവ് വയ്ക്കുകയും അത് ഇവിടെ ഒരു ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കുകയും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഓഡി അക്കൗണ്ടിൽ വരുന്ന ഇൻട്രസ്റ്റ് ബിസിനസ്സിൻ്റെ ചിലവായിട്ട് കാണിക്കുകയും ചെയ്യും. ഇതൊരിക്കലും ഇൻകം ടാക്സ് അലോ ചെയ്യില്ല. കാരണം ചിലർ ഓഡി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ബിസിനസ്സിൽ മെയിനായിട്ട് ചെയ്യേണ്ട കാരണം വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിങ്ങളുടെ ഇൻകം അതല്ലെങ്കിൽ റെസിപ്റ്റ് മുഴുവനായിട്ടും ഈ ഓഡി അക്കൗണ്ട് വഴിയാണ് റൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സർപ്ലസ് പൈസ ഇരിക്കുകയും ആ പൈസ നിങ്ങൾ വിഡ്രോ ചെയ്ത് കൊണ്ടുപോവുകയും ഓഡി അക്കൗണ്ടിലേക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും അടയ്ക്കാതെ ഓഡി അക്കൗണ്ട് ഇൻട്രസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ ബിസിനസ്സിൻ്റെ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഒരിക്കലും ഇത് അലോ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻഡിച്ചറിനെ മുഴുവൻ അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ വിഡ്രോയിങ്സിനെ മുഴുവൻ എന്ത് ചെയ്യും, ആഡ് ബാക്ക് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങളിവിടെ ക്ലെയിം ചെയ്തിട്ടുള്ള ഓഡി അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റിനെ ബിസിനസ്സിൻ്റെ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാതിരിക്കുകയും അത് നിങ്ങളുടെ ഇൻകത്തിൽ ആഡ് ചെയ്തിട്ട് ഇൻകം ടാക്സ് അടയ്ക്കാൻ പറയുകയും ചെയ്യും. അപ്പോൾ ഒരു ഓഡി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ തീർച്ചയായിട്ടും നിങ്ങളുടെ റെസിപ്റ്റുകൾ മുഴുവൻ ഓഡി അക്കൗണ്ട് വഴി തന്നെ റൂട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് മാറ്റി ഓഡി അക്കൗണ്ട് വഴി തന്നെയാണ് നിങ്ങൾ റൂട്ട് ചെയ്യേണ്ടത്. അവസാനമായി നിങ്ങൾ അഡ്വാൻസ് ടാക്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സാധാരണ നിലയ്ക്ക് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്താണ് ഇൻകം ടാക്സ് കണക്ക് കൂട്ടുകയും അത് എത്ര എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അടയ്ക്കുകയും ചെയ്യുന്നൊരു പ്രവണത. പക്ഷേ ഇൻകം ടാക്സിൽ തന്നെ കൃത്യമായ സെക്ഷനുകൾ പറയുന്നുണ്ട്. 2-3 സെക്ഷനുകൾ, സെക്ഷൻ 234B, സെക്ഷൻ 234C തുടങ്ങിയ 2 സെക്ഷനുകൾ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി 10,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 4 ക്വാർട്ടറുകളായിട്ട് നിങ്ങളുടെ അഡ്വാൻസ് ടാക്സ് അടച്ചു തീർക്കേണ്ടത്. ഇത്തരത്തിൽ അഡ്വാൻസ് ടാക്സ് അടച്ചു തീർക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഖ്യ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിൽ ലാഭിക്കാൻ പറ്റും. പല ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സ് അടയ്ക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപ ഇൻകം ടാക്സ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 10,000 രൂപയോ 15,000 രൂപയോ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിലപ്പുറത്തേക്ക് വലിയ സംഖ്യയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 1.5 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് ഇൻകം ടാക്സിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് നിങ്ങളൊരു ഹാർഡിൻ്റെ മണി, അതായത് നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു പ്രോഫിറ്റിൽ നിന്നാണ് നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഏതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ഇൻകം ടാക്സ് ലയബിലിറ്റിയും നിങ്ങളുടെ ടേൺ ഓവറും കമ്പയർ ചെയ്ത് ഈ വർഷം നിങ്ങൾക്ക് എത്ര ഇൻകം ടാക്സ് അടയ്ക്കാനുണ്ട് എന്നുള്ളതൊരു ആൻറ്റിസിപ്പേറ്റഡ് ഫിഗർ കണ്ടെത്തുകയും ആ ആൻറ്റിസിപ്പേറ്റഡ് ഫിഗറിനെ നിങ്ങൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ക്വാർട്ടറിലും നിങ്ങൾ ഓരോ മാസം, അതായത് ജൂൺ 15, അതേപോലെ തന്നെ സെപ്റ്റംബർ 15, ഡിസംബർ 15, മാർച്ച് 15 ഈ 4 ക്വാർട്ടറുകളിലും നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ മാക്സിമം എമൗണ്ട് നിങ്ങൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കുക. അതുവഴി നിങ്ങൾക്ക് വലിയൊരു സംഖ്യ ഇൻട്രസ്റ്റ് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ ഒരു ബിസിനസ്സുകാരന് കൃത്യമായിട്ടൊരു നിയന്ത്രണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഖ്യ നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും. അതേപോലെ തന്നെ ബിസിനസ്സിൽ നാളെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരുപാട് നഷ്ടം അതല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ്, ലീഗൽ ഇഷ്യൂസ്, ഇൻകം ടാക്സും GSTയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നല്ലൊരു നിയന്ത്രണം വേണം. നിങ്ങൾ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നാണ് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു പുതിയ വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.